അവള് ഗുഹേന്റെ അകത്ത് കയറി. അമീർട്ടത്ത് നിങ്ങൾ ഉറങ്ങുമായിരുന്നല്ലേ, വെറുതെ അല്ലേ ശബ്ദം ഒറ്റ എണ്ണം വിളിച്ച എണീക്കാത്തത്. എത്ര എല്ലാവരും ഒരേപോലെ ഉറങ്ങി. എന്നിട്ട് അയ്യോ ഫോൺ അടിച്ചു കേട്ടില്ലല്ലോ, അയ്യോ ഫോൺ അടിച്ചില്ലല്ലോ. ഞാനിപ്പോഴും ഈ ബെല്ലടിക്കുമ്പോ ഈ ചെക്കൻ ഫോണോട് വെച്ച് പോയിട്ടുണ്ടാ, ഇവിടെ അടിക്കണ്ടല്ലോ, എന്റെ കോളിംഗ് ബെല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേറെ കോളായിരിക്കും. അല്ല ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു, മേ ദ ഗുഡ് മതിയോ ബ്ലെസ് യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തൊക്കെയുണ്ട് ചേട്ടാ, എന്താണ് ചെലവ് നമുക്ക്? ചെലവ് ഭയങ്കര ചെലവാ. 50,000 രൂപയുള്ള ബഡ്ജറ്റിന്ന് ഇങ്ങനെ ഇപ്പഴാ മമ്മി ഇരുട്ടത്ത് കൂടെ നടക്കുന്നു. മമ്മി എവിടെയാ നടക്കണത് പറഞ്ഞ മമ്മി ഫോണ് കിട്ടിയ അവള് തുടങ്ങായി യാത്ര. എന്താ കാണിക്കുക, അയ്യോ മോളെ ഇവിടെ പോയി പണിയടി, ചേട്ടാ ഇവിടെ ഉറങ്ങിയ അവർക്ക് ചേട്ടൻ അവിടെ അവിടെ ഇരിക്കണേ. എന്നിട്ട് അതിനെ ഞാൻ വിളിക്കാം. നിങ്ങള് ശരിക്കും പ്രാർത്ഥനയിലായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ എടുക്കാഞ്ഞ എല്ലാരെയും വിളിച്ചിട്ട്? ഈ ബെല്ല് എന്റെ ഫോണല്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ബെല്ലടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ. പ്രാർത്ഥന എത്തിക്കായിരുന്നു നിങ്ങള്. ചേട്ടനൊന്നും എടുത്തില്ലല്ലോ. അങ്ങനെ വരട്ടെ. ജസ്വിനോട് സംസാരിച്ചിരുന്നപ്പോ നമ്മളെ മറന്നു. കേക്ക് മുറിച്ച ചേട്ടാ? ശനിയാഴ്ച വരുമ്പോ ഒരു കേക്ക്. എന്ത് കേക്ക് വേണം? എന്തോ ഒരു കേക്ക് മേടിച്ചു വെച്ചാ മതി. ഡ്രീം കേക്ക് മതി. ഡ്രീം കേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. ഡ്രീം കേക്ക് മതി നമുക്ക്. ക്രീം വേണ്ട, ഡ്രീം കേക്ക്. ഒരു ചെപ്പിനകത്തുള്ളത്, അത് നല്ല ടേസ്റ്റാ. ഇടുക അത് ഇതാ ചേട്ടാ. അടുത്ത ബർത്ത്ഡേക്ക് മുമ്പ് ചേട്ടൻ കെട്ടണം. കാരണം അടുത്ത ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ 30 വയസ്സാ. പിന്നെ കല്യാണ മാർക്കറ്റിലെ ഡിമാൻഡ് നല്ല പോലെ കുത്തനെ ഇടിയും കേട്ടാ, കുത്തനെ ഇടിയും. പിന്നെ നീ ഇന്നതെന്താന്ന് പറഞ്ഞ് നിൽക്കേണ്ടി വരും. അയ്യോ, ഞങ്ങള് മനുഷ്യകോലത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിച്ചല്ലോ. നിനക്ക് മനുഷ്യകോലം പോരല്ലോ. നിനക്ക് വേണ്ട കോലം ഞാൻ ഇവിടെ പറയണില്ല. അല്ല അതൊക്കെ പോട്ടെ. എനിക്ക് മനസ്സിലാവാത്ത ഇവൻ പറയുന്ന ഡിമാൻഡ്സിലൊരു കൊച്ചിനെ എവിടുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാണെങ്കിൽ അതാണ് ഒട്ടും മനസ്സിലാവാത്തത്. അപ്പാപ്പന് ഏത് കൊച്ച്? എന്നാ നീ ആ കൊച്ചിനെ തന്നെ കണ്ട ക്വീൻ മെറ്റീരിയൽ അല്ലേ? ഞങ്ങൾക്ക് വേണ്ട രാജ്ഞി കുട്ടീനെ. അതല്ല ഞാൻ പറയട്ടെ. അപ്പാപ്പന് കാറ്, അപ്പാപ്പന് ആന, അപ്പാപ്പന്റെ ജോലി, ഇതൊക്കെ അന്വേഷിച്ച ഏത് കൊച്ചിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനാണ്? നോ ഐഡിയ. ഇപ്പൊ തന്ന TCS ജോലിയുള്ള കുട്ടിയുടെ അഡ്രസ് അടി തന്ന ഫോട്ടോ തന്ന ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. ഇന്ന് എന്തെങ്കിലും കണ്ടൊരു കുട്ടീനെ അയച്ചിണ്ടായി. ആ കുട്ടിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല ആണോ? കണ്ടില്ലേ ഏത് ജോലിന്ന്? ഹൈറ്റ് മാച്ച് ആവണല്ലേ? വെയിറ്റ് മാച്ച് ആയോ? 170 ഹൈറ്റ് വേണേ. നിനക്ക് എത്രയുണ്ട്? 183. നീ 6 അടിയേക്കാളും കൂടുതലുണ്ടാകണ? ഇല്ലല്ലോ, 184 6 കണ്ട അതിൽ കുറച്ച് കുറവുണ്ട്, 1 സെന്റിമീറ്റർ കുറവുണ്ട്. അതാ മുടി. മുടി വെച്ചിട്ട് ഒരു 165 പിടിക്ക്. 165 ഒക്കെ പിന്നെയും കിട്ടും. 165 തൊട്ട് ഒരു 8 വരെയൊക്കെ പറ്റും. പക്ഷെ 170 ഉള്ള കുട്ടികളുണ്ട്. ബാക്കിയുള്ള കണ്ടീഷൻ കൂടി നോക്കി വരണ്ടേ, എല്ലാം കൂടി വരണ്ടേ.
കാരണം ആ അവരുടെ അപ്പാപ്പന് ആന ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഇതെല്ലാം കുഞ്ഞമ്മയുടെ കഴിഞ്ഞിട്ട് മാപ്പിളയുടെ മോന്റെ വീട്ടില് പട്ടിക്കുട്ടി ഉണ്ടാവണം. ഇതൊക്കെ ഒത്തിണങ്ങി ഇതെല്ലാം വരണ്ടേ? ഇതെല്ലാം കഴിഞ്ഞ ആ കൊച്ചിന് നിന്നെ ഇഷ്ടാവണം. അത് മെയിൻ പോയിന്റ്. കാരണം ഇപ്പോഴത്തെ കോലത്തിന് കാട്ടുവാസി പോലും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടില്ല. അതെ, നന്ദിനി കുട്ടിക്ക് പോലും ഇഷ്ടപ്പെടില്ല. പക്ഷാണ് അവൻ നാൻസിനീനെ നോക്കുന്നത്. അത് ആ ക്വീനിന്റെ അടുത്ത് പോയി പറഞ്ഞാ മതി. ക്വീൻ ഇപ്പൊ പിന്നെ ഇന്ന് പോന്ന് പറഞ്ഞ് ആട്ടി വിടും. ചിന്നുവിനെ ആദ്യം അടിക്കണ്ട. അവൻ ആ ട്രിമ്മർ ഉണ്ടായിരുന്നെങ്കിൽ അത് ആ താടിയിൽ എന്തെങ്കിലും ഗോപുരം പണിത് വെച്ചേനെ. മമ്മി എനിക്ക് 2 ട്രിമ്മർ വാങ്ങാൻ പൈസ ഇല്ല. മമ്മി ഞാൻ ഓർഡർ ചെയ്യാം. ഇവനെ ഇതുവരെ 50 രൂപ ട്രിമ്മർ ഞാൻ കണ്ടിട്ടില്ല ഇന്നവരെ ലോകത്ത്. നീ 50 രൂപ തന്നെ. ഞാനൊരു ദിവസം വഴി കൂടുമ്പോ ഒരു 50 100 രൂപയുടെ കണ്ടൊരു ട്രിമ്മർ കണ്ടിട്ടുണ്ടായി. അത് ആരെങ്കിലും ഉപയോഗിച്ചതൊക്കെ ആയിരിക്കൂടെ. എന്തിനാ ചേട്ടാ ഇത്രക്ക് പിശുക്ക് കാണിക്കണം? നിന്റെ അപ്പനപ്പാപ്പന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടത് ഇഷ്ടം പോലെ കെടുക്ക. ആ സ്ഥലമൊക്കെ എന്ത് ചെയ്യണം നിന്റെ അടിക്ക് ടെൻഷൻ. അതിന്റെ ഇടയിൽ നീ ഇങ്ങനെ പിശുക്കല്ലേ? എന്ത് ചെയ്യാൻ? 50 രൂപ വരെ ആരെങ്കിലും ഉപയോഗിച്ച ട്രിമ്മറായിരിക്കും ചേട്ടാ അവിടെ Already കണ്ടിട്ടുണ്ടാവുക. അത് വഴിയോരത്ത് കണ്ടത് പുതിയതാണേ. മേടിച്ച് വാങ്ങി നമ്മള് അത് പുതിയതാണ്. വെക്കണം. അതില് ബ്രാൻഡ് ഉണ്ട്. ലെവീസ്, ചില ബ്രാൻഡ് പ്യൂമ, അങ്ങനെ പല ബ്രാൻഡിന്റെ ഉണ്ട്. നോക്കി എടുക്കണം. അല്ല, ഈ മങ്കം മാറിയിട്ടില്ലേ പോലെ? അത് വീട്ടിലിരുന്നതല്ലേ? ഇത് വീട്ടിലിരുന്നതാ. മങ്കൊന്നും നേരത്തോടെ വന്നാ? വന്നു വന്നു വന്നു. എന്തേത്? എന്ത് ചെയ്യാനാ? അമ്മ ഉണ്ണി നാളെ വന്നാലോ? എന്തിന്? എന്തായാലും നിനക്ക് കുഴപ്പമില്ലേ? മറ്റന്നാ നിങ്ങള് പണിമുടക്കില് വെട്ടാൾക്കാരെ? അതെ അതെ, പണി മുടക്കാം. അല്ല, ഇവിടെ പണി മുടക്കാന്നറിയാം. നീ പണിമുടക്കില് ഉൾപ്പെട്ടിട്ടുണ്ടോ ഞാൻ ചോദിച്ചത്. ഉണ്ട്, അവളുണ്ട്, ഞാനില്ല. ഞാനുണ്ട്. അതെന്താ നിങ്ങള് ചെറുപ്പത്തില് അല്ല പണി മുടക്കൊക്കെ നിങ്ങൾ എടുക്കണേ? ഞങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. ഞങ്ങള് അങ്ങനെയാണല്ലോ. ആ ഒരു യൂണിറ്റ് വേണ്ടേ? വേണം. അത് ഇവരടി ഉണ്ടാക്കിണ്ടാവും. ഇതെന്നെ കാര്യം. എന്തിട്ട് പറയണ? ഇന്ന് ഉച്ചാലിന് ഗാനമേളയ്ക്ക് പോകാൻ തന്നെ വിളിച്ചിട്ടുണ്ട്. വെറുതെ അല്ല, ഡാഡിയുടെ കൂടെ മമ്മി പോയില്ല, അതാണ് കാരണം. അങ്ങനെ പറ മമ്മി. മമ്മിക്ക് അങ്ങ് പൊക്കോടെ അതിന്റെ ഇടയിൽ മമ്മി ഡാഡിനെ വിളിച്ചടി. വിളിച്ചാലേ കിട്ടുള്ളൂ. ഡാഡി സ്വാഗതം, വരൂ വീഡിയോ കോളിൽ. എങ്ങനെയൊക്കെ അത് കുത്തിയാലല്ലേ കിട്ടുക? നിങ്ങള് കോൾ ചെയ്താലല്ലേ കിട്ടുക ആളെ. ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ പണിയെടുക്കുന്നുണ്ട്. കിട്ടിയില്ലേ? ഇത് വേറെ ഒരു പതുക്കനെ മനസ്സിലാവണ്ടേ? എടുക്കൂ ചേട്ടാ. എടുക്കില്ലല്ലോ. വന്ന് 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 ഇനി ആരെങ്കിലും ഒരാളൊന്ന് ക്ലോസ് ചെയ്ത് പൊക്കോട്ടാ, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും. ആ വീട്ടിൽ തന്നെയുള്ള ആൾക്കാർ 3 പേര് അവരിപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണേ. മമ്മി ചേട്ടനോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചേ. മോനെ ചോറ് വേണോ? ഡാഡിയുടെ ക്യാമറ ഓഫാ. ക്യാമറ ഓഫ് ആണല്ലോ. ക്യാമറ ഓൺ ചെയ്യ. ക്യാമറ എവിടെ വരുന്നില്ല. അത് ഞാൻ ക്യാമറ ഒന്ന് ഓണാക്കി കൊടുത്തേ. വീട്ടില്ല. ഉറക്കത്തിലാണല്ലോ മാഷ്. ഞാൻ ഔസപിതാവിനെ പ്രാർത്ഥിച്ചതാണ്. ഉച്ചാല് കാണാൻ പോകാൻ വിളിച്ചപ്പോ മമ്മി വന്നില്ലേ? നാളെ ഉച്ചാല. ഉണ്ണി നാളെപ്പോഴാ വരിക? ഞാന് വൈകിട്ട്.
മറ്റന്നാ സങ്കടാണല്ലോ. ഡാഡി ചോദിച്ചത് നീ വെള്ളിയാഴ്ച ലീവാണോ? അപ്പൊ അവൾക്ക് ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാ 2 ദിവസം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ആ വെള്ളിയാഴ്ച ലീവ് എടുത്ത ശനി ഞായറില്ലേ കിട്ടും. വെള്ളിയാഴ്ച രാവിലെ അവിടെ നിന്ന് വരും. എന്നിട്ട് അവള് ജോലി കഴിയുമ്പോ തിരിച്ചു വരും അല്ലേ? ഇവള് അവിടെ 3 കിലോമീറ്റർ ഓടിയതിന് ഇവള് അവിടുന്ന് 10,000 രൂപയ്ക്കുള്ള കാര്യങ്ങൾ മുതലാക്കിയിട്ടാ വന്നത്. 3 കിലോമീറ്റർ ആണ് ഇവള് നടന്നത്. 3 കിലോമീറ്ററിന് അവള് അവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഇവളുടെ ഫുൾ ബോഡി ചെക്കപ്പ് വരെ ഇട്ടിച്ച് മുതലാക്കാൻ വേണ്ടി. അതൊന്നില്ല. ഞാൻ ആകെ എന്താ ഒരു നല്ലൊരു മെഡല് നോക്കി ഞാൻ എടുത്തു. പിന്നെ പറ്റുന്ന പോലെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഫിസിയോതെറാപ്പി ഞാൻ ചെയ്തില്ല. അവിടെ ആണുങ്ങളെ മൊത്തം കിടക്കണ്ട. പിന്നെ ഞാനൊരു പെണ്ണ് പോയി കിടന്ന് പിന്നെ ആളെ കൂട്ടി. എന്തിനാത്? ഞാൻ ചെയ്തില്ല. എന്തിനാ ഫിസിയോതെറാപ്പി ഒക്കെ? ഈ ഓടി വരുവല്ലേ. ആ എല്ലാവരും എന്നെ പോലെ ഇല്ലല്ലോ. 42 കിലോമീറ്റർ ഓടിയവരും ഉണ്ടല്ലോ. ഇല്ലല്ലോ, അവര് വൈകുന്നേരം അല്ലേടി. നീ എന്നോട് വൈകുന്നേരന്നല്ലേ പറഞ്ഞവര്? എടി വൈകുന്നേരം അല്ല, 5 മണി എന്ന് പറഞ്ഞ പുലർച്ചെ 5 മണി. രാത്രി അവിടെ ആരും ഓടാൻ നിക്കണില്ല. പുലർച്ചെ വെരി early morning. അങ്ങനെയൊക്കെ. എന്നാ പിന്നെ പള്ളിയിൽ പോയപ്പോ കഞ്ഞിയൊക്കെ കിട്ടി. കഞ്ഞി, പയറുപ്പേരി, അച്ചാറ് കൂട്ടി കഴിച്ചു. പിന്നെ വന്നപ്പോ ഉണ്ട് ഇവിടെ പുട്ടും ചിക്കൻ കറി. പിന്നെ ആന്റീനെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അത് കഴിച്ചു. അല്ല, എവിടെ കഞ്ഞി? പള്ളിയില്. ഏത് പള്ളിയില്? ഇന്നാ? ട്യൂസ്ഡേ. ഇന്നലെ ചൊവ്വാഴ്ച. അതിന് പോയെന്ന്. അവള് നൊവേനയ്ക്ക് പോയപ്പോ അവര് കഞ്ഞി തന്നു. അവള് അത് കുടിച്ചു. പിന്നെ ഉണ്ണിയപ്പം തന്നു. കേട്ടിട്ടില്ലല്ലോ. എന്റെ ദൈവമേ, ഞാൻ പള്ളിയിൽ പോവാറുണ്ട്. ഞാൻ ജോലിക്കും പോവാറുണ്ട്. നിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലടി? ആ മറ്റൊരു പള്ളിയെക്കാരനാ കഞ്ഞിയും പയറും. ആദ്യായിട്ടാ കിട്ടിയേ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഉണ്ണിയപ്പം കിട്ടും. ഇന്നിപ്പോ ഉണ്ണിയപ്പം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് കഞ്ഞിയും കിട്ടി. ആരെങ്കിലും ഇത് കൊടുത്തിണ്ടാവും. കഞ്ഞി തീർന്നതാണോ? അല്ല, എനിക്ക് അവിടെ ഇന്നിപ്പോ കഞ്ഞി കൊടുക്കണ്ടെന്ന് അവിടെ പറയണ കിട്ടും. ഞാൻ അവിടെ പോയി കഞ്ഞി കുടിച്ചു. നമ്മുടെ പള്ളിയിൽ ഇപ്പോഴും ഉണ്ടാ മറ്റേ ചൊവ്വാഴ്ച കഞ്ഞി കൊടുക്കുന്ന പരിപാടി? ഉച്ചക്കാണോ മാത്രം അല്ലേ? വൈകുന്നേരം ഉച്ചക്ക് ഇതും തേങ്ങ ഇട്ടിട്ടുള്ള കഞ്ഞിയാ. പിന്നെ ചെറുപയറിട്ടു, അച്ചാറിട്ടു. ഒരു ബോണിയില ഒടുക്കത്തെ ചൂട്. ഇത് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ മൊത്തം കുടിച്ചിട്ടാ പോന്നുള്ളൂ. നന്നായി. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ കഴിച്ച കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 4 മണിക്ക് എന്തിട്ടായിരുന്നു? 4 മണിക്കാണ് ഈ കഞ്ഞി കുടിച്ചത്. ബാങ്ക് കഴിഞ്ഞിട്ടാ ഈ കഞ്ഞി കുടിക്കാൻ പോണ? അപ്പൊ കുർബാന കാണാൻ പറ്റുമോ നിനക്ക്? അതാ കഴിയോ? കുർബാന അനുസരിക്കാ. അപ്പൊ നല്ല സൗകര്യമുള്ള 5 മണി കഴിഞ്ഞ്. എല്ലാ ദിവസവും ഉണ്ടോ 5:30 അങ്ങനെ കുർബാന? അതില്ലാന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഉണ്ടാവും. പോവാൻ ഇവൾക്ക് ഇവിടെ അങ്ങനെ എല്ലാ ദിവസവും കുർബാന എന്നുള്ള ആൾക്കാരുള്ള സാധനല്ല. ഇത് തന്നെ അപ്പുറത്തെ കപ്പേളയിലാണ് കുർബാന നടക്കണേ, അല്ലാണ്ട് പള്ളിയിലൊന്നല്ല. ഓർത്തഡോക്സ് വല്ലതുമാണ്? ലാറ്റിനാന്നാ തോന്നണേ. അരമണിക്കൂർ കൊണ്ട് കുർബാന കഴിയും. പിന്നെ അരമണിക്കൂർ അവര് നൊവേന എത്തിക്കും. ലാറ്റിന അങ്ങനെ പ്രശ്നമുണ്ട്. അത്രയുള്ള കാര്യങ്ങൾ. എല്ലാരെയും ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാ. ചേട്ടന്റെ ചെലവ് എന്താന്ന് അറിയാനൊക്കെ. സ്വർണം വില കയറി പോകാനുള്ള മേടിക്കാൻ പറ്റാണ്ടായി ഇപ്പൊ വീണ്ടും. 1.15 ഇപ്പൊ. കുറഞ്ഞൊന്നുമില്ല. നമ്മളതൊരു 60 ഒരു 70 ആയിരുന്നെങ്കിൽ നമുക്ക്. ഞാനൊരു 25 ആവുമെന്ന് പ്രതീക്ഷിച്ചു. 25, 26 വരെ ആണെങ്കിലും വാങ്ങാം. അതൊന്നും വാങ്ങാൻ പറ്റില്ല ഇനി. ഒരു 6 മാസം, ഒരു കൊല്ലം മുമ്പ് മേടിച്ചായിരുന്നെങ്കിൽ നമ്മള് നല്ല പോലെ ലാഭിച്ചേനെ. പോട്ടെ, നീ ജനിച്ചപ്പോ മേടിച്ചാലും മതിയായിരുന്നു. പെങ്കൊച്ചാന്ന് പറഞ്ഞാലോ അങ്ങനെ പോണു, ബുക്ക് ചെയ്യണു. അതെങ്ങനെയുണ്ട്? അതാകുമ്പോ ഭയങ്കര ലാഭത്തിന് കിട്ടും.
അത്രയൊന്നും ബുക്ക് എല്ലാത്തിനും ചെയ്യാൻ പറ്റില്ല. മാക്സിമം 6 മാസമൊക്കെ അല്ലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. ഇന്ന് ഇപ്പൊ ബുക്ക് ഉള്ളത് ചെയ്തു. വെച്ചാൽ മേടിക്കാം. ഒരു കൊല്ലം കഴിയുമ്പോ വീണ്ടും ചെന്ന് ചേട്ടാ അത് റീബുക്ക് ചെയ്യണം. അങ്ങനെ റീബുക്ക് ചെയ്തു അത് ബുക്ക് ചെയ്യുമ്പോ പൈസ കൊടുക്കണം. ഇത്ര കൊടുക്കാം. നാളത്തേക്ക് ഇത്ര ശതമാനം അങ്ങനെയാ. നമ്മൾ എത്ര എടുക്കണോ അത്രേന്റെ ശതമാനം അങ്ങനെ എന്തോ കൊടുക്കുന്നേ. 10% എന്തോ കൊടുക്കും. അതിന്റെ 10%. അത് 3 മാസത്തേക്കാണ് 10%. അപ്പൊ 6 മാസമാണെങ്കിൽ 50% എന്തോ കൊടുക്കണം. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ബുക്കിങ്ങിന്. അടിയണ്ട ഉറങ്ങി സ്റ്റഡി. ഉച്ചാല് വേണം. അയ്യോ നാളെ ഇപ്പൊ പണിമുടക്കിന്റെ ഇടയിൽ അവർ ഉച്ചാല് നടത്തൂ. നാളെ ഉച്ചാല് ആനക്ക് എന്ത് ഗാനമേള. ആനക്ക് എന്ത് പണിമുടക്ക് അല്ലേ? എടി മറ്റന്നാളല്ലേ പണിമുടക്ക്, നാളെ അല്ലല്ലോ. അത് ശരിയാല് ഈ മണ്ടത്തിനെ കൊണ്ട് തോറ്റു. അപ്പൊ കൊഴപ്പില്ല. നാളെ പോയിട്ട് ഡാഡിക്ക് മാംഗോ ബാർ മേടിച്ച് കൊടുത്തോളൂട്ടാ. എനിക്ക് കരിമ്പ് ജ്യൂസും കോളിഫ്ലവർ ഫ്രൈയും. നിനക്ക് ഞാൻ പള്ളിയിൽ വെച്ച് വാങ്ങിത്തരാം. എന്നിട്ട് നീ വാങ്ങിയേ അത് ചിനു 20 രൂപ പോട്ടെ. ഡാഡി പറഞ്ഞു 30 രൂപ. 30 രൂപ കൊടുക്കാം. 50 രൂപ കൊടുക്കാം. പള്ളിപ്പറമ്പിലൊക്കെ 8 രൂപ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മള് വല്ല കടകളിൽ പോയി കുടിക്കണം. 30 രൂപയ്ക്ക് കിട്ടും. കുപ്പിക്ക് കിട്ടും 1 ലിറ്റർ. അങ്ങനെയായിട്ട് കിട്ടും. അതെ, എന്തിനൊക്കെയാ മമ്മിയെ നോമ്പെടുക്കണ്ട പോയാ മമ്മി? ഇല്ല പോയി മമ്മി. മമ്മി പോയി. ഞാൻ നോമ്പെടുക്കണില്ല എന്നാ പറഞ്ഞു. നോമ്പെടുക്കണ്ട്. ചേട്ടൻ ഇപ്പൊ വെറൈറ്റി നോമ്പ. വായു, ജലം, അഗ്നി, അങ്ങനെ പഞ്ചഭൂതങ്ങൾക്കാണ് അവന്റെ നോമ്പ്. വായു ശ്വസിക്കില്ല. ദേ ഇന്നിപ്പോ അവസാനത്തെ വായുവാ. നാളെ തൊട്ട് വായു ശ്വസിക്കില്ല. നീ എന്താ മുടി വെട്ടാണ്ട്? ഒരാള് കണ്ട കല്യാണം ആലോചിക്കുന്ന ചെക്കനല്ലേ നീ ഇങ്ങനെ മുടി കെട്ടാണ്ട്? ഇതൊക്കെ എങ്ങനെ ഒരു സമയത്ത് വേണ്ട സമയത്ത് ഒരാൾ ശ്രദ്ധിച്ച ഇതാവും. നടക്കാത്തൊരു കാര്യങ്ങളായി മാറുക. ഒന്നിലും നീ ആ മുടി ഒന്ന് വെട്ടി ഒന്ന് വെടുപ്പാക്ക്. നീ നോക്കിയതിൽ കണ്ടെന്ന് ഞാൻ എങ്ങനെ ഇത് പറയാ? എനിക്ക് പറഞ്ഞു വിഷമാവും. ഞാൻ സമയത്ത് ചെയ്യേണ്ടത് സമയത്ത് ചെയ്യണം. ഇപ്പൊ ഇത് അന്വേഷിക്കുമ്പോ ഒരാൾ നോക്കുമ്പോ ഇതങ്ങന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ പറയാം. ഒരാള് നമ്മൾ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു ബുദ്ധിമുട്ടാവും. ഇത് പറയണ എന്റെ രീതി ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. നീ അത് ഓർപ്പണായിട്ട് പറയേണ്ടി വരും. ഒരാള് ഇനി വന്ന സമയത്ത് ഇതാണ് അംഗം. നീ നിന്റെ ആ മുടി നീ ഇതിലും നോക്കിയൻ ഒരു ഭീകരന്റെ മാതിരി. ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ആലോചിക്കാൻ നീ കൊടുക്കുന്ന ഫോട്ടോകള് അയാളെ എന്ന് ചോദിച്ചു തുടങ്ങിയതാണ് ഫോട്ടോ. നീ വേണ്ടാന്ന് പറഞ്ഞ മാതിരി തന്നെ എത്ര ആൾക്കാര് വേണ്ടാന്ന് പറയാനുണ്ടാവും. ഇത് നീ വേണ്ട, നീ എല്ലാം പറഞ്ഞതിനൊക്കെ പറയുന്നുണ്ട് വേണ്ടാന്ന്. ഇതന്നെ അവരും പറയും. എന്ത് ചെയ്യും? ചേട്ടാ മുടി വെട്ടേടാ. നോക്കിയിരിക്കുക അവനവിടെ. അവന്റെ നോമ്പ് വീടുന്നതോടുകൂടി മുടി വെട്ടാൻ തോന്നുന്നു. നോമ്പ് എന്ന് വീടും? അവനൊരു നോമ്പ് ഇല്ല, ഒരു ഇതുമില്ല. ഇറച്ചി ചിലപ്പോ അവന് ഇറച്ചി തോന്നും. പിന്നെ ഇവിടെ ഒരാള് നോമ്പ് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് എടുത്താ അയാൾക്ക് ആ വീട്ടുകാർക്ക് മുഴുവൻ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാണ്ട് പറയാണ്ട് വരും. അത് ബാക്കി അതിന്റെ ശേഷം അപ്പൊ വെള്ളിയാഴ്ച ലീവ് എടുക്കണില്ലേ? ഇല്ല. ചിന്നുമോളെ എന്താ പരിപാടി? ചിന്നുന് ഇതില്ല. എന്താ പേര്? സമരം ഇല്ല. അപ്പൊ വെള്ളിയാഴ്ച വൈകുന്നേരം വരാൻ പറ്റുമോ? പറ്റില്ല. പറ്റും. അല്ല ശനിയാഴ്ച. പ്ലാൻ ശ്രദ്ധിക്കുന്നത്. ശനിയാഴ്ച അപ്പോഴേക്കും വേറെ വരുന്നത്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 8 മണിക്കല്ലേ ലാസ്റ്റ് ട്രെയിൻ? 6 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങിയാലേ 8 മണിക്ക് കിട്ടുള്ളൂ. അതെപ്പോഴേ കിട്ടുള്ളൂ? 6 മണിക്ക് ബാങ്കിൽ നിന്ന് അല്ല ഓഫീസിൽ നിന്ന് ഇറങ്ങണം. ഇറങ്ങണം.
ചേട്ടാ ഉം. ഞാൻ വെച്ചാ അവൻ ശിലയായി പോയി. എന്താണ് വേണ്ടത്? ഇത് ട്രിമ്മർ ഓർഡർ ആക്ക്. ട്രിമ്മർ മതി ഓർഡർ മതി ചെയ്യണം. ആ വേഗം ഓർഡർ ചെയ്യ്. താടിയെങ്കിലും ഒന്ന് വിട്ട്, മുടി പിന്നി ആദ്യം താടി ഒന്ന് വൃത്തിയാക്കി വിട്ട്, താടി മീശി. പിന്നെ ഇച്ചിരി കഴിക്ക്. എന്റെ ഒരു പകുതിയെങ്കിലും കാണിക്ക്. ഞാനൊക്കെ കണ്ട നല്ല ഫിറ്റ് ബോഡി ആയിട്ട് നിക്കണുണ്ടോ? കഴിക്കണം. അതെ, ഫിറ്റാ, ഭയങ്കര ടൈറ്റാ ഡ്രസ്സുകളൊക്കെ. ഡൂസാണ്, ഒഴുകി പോവാണ് ഇപ്പൊ. എല്ലാം കണ്ട, ഇത്ര എല്ലൊക്കെ കാണാം. കണ്ട ഇത്ര എല്ല് കണ്ട, കുഴിയൊക്കെ വന്നിട്ടുണ്ട്. അത്രയും പാടില്ല, അത് കൂടുതൽ ഇതാ, കുറവാ. അവളങ്ങ് തീരുമാനിച്ചു. അവള് മറ്റേ കരീന കപൂർ ആണല്ലോ, ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അങ്ങോട്ട് സെറ്റ് ചെയ്ത്. ഇതെന്തുട്ടാ കയ്യിലുള്ള സാധനം മുടിയിലുണ്ടേ? അത് അവളുടെ ഹെഡ്സെറ്റ്, അവളുടെ വയറത്. വയറല്ല മമ്മി, വയറ് ഇവിടെയാ, ഇത് മറ്റൊരു വയറാ. കെടുക്ക ഉണ്ണി, കിടക്കല്ല, ഇരിക്കുക. കിടക്കണമെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ കിടക്കും. ഇങ്ങനെ അത്ര ചെരുവിലാണ് ഇരിക്കണല്ലേ? ആയിക്കോട്ടെ, തുടങ്ങി. 10 മണി കഴിഞ്ഞാ ശബ്ദം മനസ്സിലാവണ്ടേ? ഇത് കണിയണി. അപ്പൊ ഞാൻ വിചാരിക്കണ്ട, ഈ ശബ്ദം ഞാൻ കേട്ടതിന്റെ മുന്നേ ഞാൻ അപ്പൊ ഞാൻ വിചാരിക്കണേ, ഈ ചെക്കന്റെ ഫോൺ അവിടെ ബെല്ലടിക്കണ്ടല്ലോ, ഇവൻ എന്താ ഇതൊന്നും കേക്കണില്ലേ? ഇവന്റെ ഫോണിന്റെ ശബ്ദാന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കണേ. ഈ ചെക്കന്റെ ഫോൺ ബെല്ലടിക്കണ്ട്. ഇവന്റെ വർത്താനം കഴിഞ്ഞ് പൊക്കോളും. അത് കഴിഞ്ഞ് ഇവൻ ആക്കിട്ടിരിക്കണ്ടല്ലോ. പിന്നെ ഇത് ശബ്ദം എന്റെ ഫോണിന്റെ അവിടുന്ന് വരണേന്ന് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ വന്നിട്ട്. കറി എന്താ? ഇവിടെ മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട്, ഉള്ളു. പിന്നെ ക്യാരറ്റും പയറൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുത്ത് തീർത്തോട്ടെ, എനിക്കത് കളയേണ്ട അവസ്ഥ വരുന്നത്. അമ്മേ, അവന്റെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് കൊണ്ടുപോകാൻ പറഞ്ഞ ഞാൻ അത് കൊണ്ടുപോകാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ വരാൻ വേണ്ടിട്ട്. അത് കൊണ്ടുപോയ എനിക്ക് ഇവിടെ വെക്കാൻ ഫ്രിഡ്ജ് ഇല്ലല്ലോ. ഇതിനെ ഫ്രിഡ്ജ് നീ മമ്മിക്ക് പിടിക്കണം. പിന്നെ കുറച്ച് കഴിക്കാൻ വേണ്ടിട്ടാണ്. പ്രശ്നമില്ലല്ലോ, നീ കഴിക്കാണ്ട് നിന്റെ ചിക്കൻ അവിടെ ബാക്കിയിരിക്കണേ, അത് ഞങ്ങൾ എല്ലാരും ഡിവൈഡ് ചെയ്ത് തരാൻ തിന്നണ്ടേ? നീ കഴിക്കാണ്ട് നിന്റെ കാരണം ബാക്കിയുള്ളതൊക്കെ കഴിച്ചു തീർക്കുക. മമ്മി അങ്ങനെയെങ്കിലും ചിക്കൻ പുറത്തെടുക്കട്ടെ. മമ്മി വീണ്ടും ശരിക്കും ഈ ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ പട്ടിണി കിടന്നിക്കണ ആൾക്കാരുടെ കോലാണ് നിന്റെ കോലം നിക്കണ. ആ കഴുത്തിലെ ഇല്ല നോക്കി എന്താ അതല്ല കാണുന്നത്. ആട് 2 സിനിമയിലേക്ക് ഇവനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് ഓഡീഷൻ വരുന്നുണ്ട്. അതായി മുടിയും താടിയൊക്കെ വളർത്തണേ. പൃഥ്വിരാജിന് പറഞ്ഞിട്ടുണ്ട് ഇനി അവൻ തടി കുറക്കില്ലാന്ന്. അപ്പൊ അതുകൊണ്ടാണ്. അതന്നെ തെറ്റിപ്പോയി. ആടുജീവിതം ഇന്നാള് ഞാൻ അവനോട് പറഞ്ഞപ്പോഴും തെറ്റിപ്പോയി. പോട്ടെ. അപ്പൊ പൃഥ്വിരാജ് ഇപ്പൊ വേറെ കുറച്ച് തിരക്കില്ല. അങ്ങനെ ഇവനിപ്പോ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരാടില്ലേ, അയാളുടെ പേര് മറന്നു. ജയസൂര്യയുടെ സിനിമ പറയണ അല്ല, ജയസൂര്യയുടെ ഒരാട് സിനിമയില്ലേ? വേറൊരു പേരതിന് പേര് പറഞ്ഞിട്ടുണ്ണിയാ. ഇതിന്റെ ആടുജീവിതത്തിന് ശരിക്കുള്ള പേരെന്താ? പൃഥ്വിരാജിന്റെ സിനിമ തന്നെ മമ്മി പറഞ്ഞ സിനിമ തന്നെ. എന്റെ ഒരു പാപ്പിൻ എന്തെന്നാ അയാളുടെ ഒരു പേരുണ്ടല്ലോ, ഷാജി പാപ്പൻ. അതന്നെ ഷാജി. ഇവരതൊക്കെ സ്റ്റഡി ചെയ്തല്ലേ? പിന്നെ ഒരു സിനിമ ആണ് അറിയാത്തത്? ഷാജി പാപ്പൻ. അത് പറഞ്ഞു ആട് 2 അല്ല ആട് 3 അല്ലേ ഇനി വരാനുള്ളത്? ആട് 2 കഴിഞ്ഞു. എനിക്കറിയില്ല. ദൃശ്യം 3 ഇറങ്ങിയിട്ട് വേണം അത് കാണാൻ പോവാൻ. ദൃശ്യം 3 ഷൂട്ടിംഗ് കഴിഞ്ഞ് ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ.
കഴിഞ്ഞു അത് കഴിഞ്ഞു. അപ്പൊ ശരി, അവളൊന്നും കഴിച്ചിട്ടില്ല, ഒരു അൽഫാം മന്തി മാത്രം. അതവള് ചുമ്മാ പറഞ്ഞിട്ട് ചപ്പാത്തിയാ കഴിച്ച പൊടിയെടുത്ത്. അവിടെ ചപ്പാത്തി മട്ടൻ ഒലത്തിയത്. കമ്പനിന്നാ ഓഫീസിന്നാ ഇല്ല, നീ ഉണ്ടാക്കി? ഞാനിവിടുന്ന് ഹാഫ് കുക്ക്ഡ് മേടിച്ചു. പിന്നെ ഉണ്ടാക്കാനൊന്നും എനിക്ക് വേല. ഹാഫ് കുക്ക്ഡ് മേടിച്ചു, ചൂടാക്കിയിട്ട് ഞാൻ കഴിച്ചു. പിന്നെ സ്വിഗ്ഗിയില് കറി ഓർഡർ ചെയ്തിട്ട് ബാക്കി ഉണ്ടാവില്ലേ? ബാക്കിയാ ഉണ്ട്. 10 എണ്ണൊക്കെയല്ലേ പാക്കറ്റ്? ഇവളിനി ഒറ്റടിക്ക് 10 എണ്ണൊക്കെ കഴിച്ചു തുടങ്ങി. കഴിച്ചോളൂ, ബാക്കിയുണ്ട്. രണ്ടെണ്ണേ. അവളുണ്ടല്ലോ 7 മണിക്ക് കഞ്ഞി കുടിച്ചിട്ട് 8 മണിയായപ്പോ വന്നിട്ട് പുട്ടും ചിക്കനും കഴിച്ചിട്ട് ഇരിക്കണ ആളാണ് അവള്. മമ്മി ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ, സോമാലിയിലത്തെ പട്ടിണി പാവങ്ങൾ ഓർത്ത് തിന്നണതാ മമ്മി. എനിക്ക് ഇഷ്ടണ്ടായിട്ടല്ല, എനിക്ക് ഞാൻ തരല്ലേ തരല്ലേന്നാ പറയണ. കളയാൻ പാടില്ല, ഭക്ഷണം കളയാൻ പാടില്ല. ആ മമ്മിക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇവിടെ ഫ്രിഡ്ജുണ്ടാകുന്ന നീ എടുത്ത് വെച്ചേനെ, ഇതില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ വയറ്റിക്ക് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഉറുമ്പ് വരില്ലേ. അതുകൊണ്ടാ. പിന്നെ ചിക്കൻ ആണെങ്കിൽ ഒറ്റ പീസ് ഉണ്ടാകുന്നുള്ളൂ, ഒരു ലെഗ് പീസ്. അല്ല, അത് ഇപ്പൊ കവറിലാക്കി തരാ, അത് മൊത്തം വെച്ചോ? കവരില് കവറിലാക്കിയാണോ തരണത് നിനക്ക്? അപ്പൊ ചീൻചട്ടിയിലല്ലേ തരണത്, പാത്രത്തിലല്ലേ? ചീനച്ചട്ടി ഒന്നും ഇവിടെ ഇല്ലല്ലോ. അതെ, അതാ പിന്നെ പുറത്തുനിന്നല്ല ഫുഡ് വരിക. സാധനങ്ങളൊക്കെ ആകുമ്പോ ഇതും ഓരോ കറി ഓരോരുത്തർക്ക് അങ്ങനെയാണോ വേറെ വേറെ കൊണ്ടുവരാ? കറി വേറെ, പുട്ട് ഒരുമിച്ച്. കറി പുട്ടിന്റെ ബാക്കി കൂടുതലെടുത്താ പിന്നെ പുട്ടും കടലയായിരിക്കും നാളെ രാവിലെ. ഇത് ഒരുമിച്ച് ഉണ്ടാക്കി നാളെ അവര് സ്റ്റീം ചെയ്ത് കൊടുത്തു വിടും. രാവിലെയാ? മമ്മിക്ക് അറിയാം, മമ്മിക്ക് അറിയണ ടീം. ചേട്ടൻ നീ വീണ്ടും ബിംബമായി. ചേട്ടൻ പോയി മുനു വന്നു, ഇനി പറഞ്ഞു. അവനതിനകത്ത് ഫോണില് ചാറ്റ് ചെയ്തിരിക്കും. ചേട്ടാ ഇടയ്ക്ക് ഒരു അക്ഷരം മിണ്ടിടാ, ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളെ വിളിച്ചതല്ലേടാ, സൗണ്ട് കേൾക്കാനാ പ്ലീസ്. ഹലോ, രക്ഷപ്പെട്ടു. ഹലോ, ഉറങ്ങില്ലേ? ബർത്ത്ഡേ ഒക്കെ അല്ലേ, എങ്ങനെ വിളിക്കാതിരിക്കുന്നു വിചാരിച്ച് എല്ലാരെയും നിരത്തി പിടിച്ച് ഞാൻ ഓരോരുത്തരെ ആഡ് ചെയ്ത് വിളിച്ച്. ഇതിപ്പോ റേഷൻ കാർഡില് പേര് ചേർക്കണം, അത്ര ബുദ്ധിമുട്ടുണ്ടേ. ഓരോരുത്തരെ ആഡ് ചെയ്ത് നീ എന്നെ വിളിച്ചില്ലല്ലോ, ഞാൻ ഇവിടെ വിളിച്ച് എണീപ്പിച്ച ആദ്യം. എന്നിട്ട് മമ്മീനെ ആഡ് ചെയ്തു, കിട്ടണില്ല. അല്ല, ചേട്ടനെ ആഡ് ചെയ്തു, കിട്ടണില്ല. 2 വട്ടം വിളിച്ചു, കിട്ടണില്ല. മമ്മീനെ ആഡ് ചെയ്തു, അവസാനം ഡാഡിനെ വരെ ആഡ് ചെയ്തു. ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയണില്ല എന്നുള്ളതാണ് കാര്യം. മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളടിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ സാധനം മെസ്സേജോ, ഇതാണ് ഗ്രൂപ്പ് കോൾ വരുന്നത്. ഇപ്പൊ ഈ കണക്കിന് വീട്ടിലൊരു ബോംബ് കൊണ്ടുവച്ച് ബോംബിന്റെ സൗണ്ട് കേൾക്കുമ്പോ ഫോൺ അടിക്കണ്ട്, പക്ഷെ വേറെ ആരുടെയാ, നമ്മുടെ അല്ല. ഇനിയിപ്പോ അവിടെ അടിക്കട്ടെ എന്ന് വെച്ച് ഇവര് നിക്കും. സൗണ്ട് കേക്കണ്ടെന്ന്, സൗണ്ട് കേക്കണ്ട്, കിണി കിണി നോക്കണില്ല. നമ്മുടെ ഫോണല്ലല്ലോ, നമ്മളെന്തിനാ നോക്കണം? പ്രൈവസി. അല്ല, അവനല്ലോ വേറെ റിംഗ് ടോൺ ഇടുക, അത് അവന്റെ അവിടെ മുന്നിലിരുന്ന് വർത്താനം പറയാല്ലേ. വെല്ലടിക്കുന്നുണ്ട്. ആരാ വന്നേ മുന്നിൽ വർത്താനം പറയാൻ? അതാ ജസ്റ്റിൻ. അവരെന്ത് വാങ്ങിക്കൊണ്ട് വന്നു ബർത്ത്ഡേ ആയിട്ട് ഒരു ആപ്പിളെങ്കിലും കൊണ്ടുവന്നു. അവൻ ഓടാൻ പോയിട്ടാണ്ട് വന്നിട്ട് റാമിന്റെ കല്യാണം മെയിലിന്ന് കേക്ക്. പിന്നെ എന്താന്ന് അവന്റെ കല്യാണം മെയില്? അതിന്റെ പൊന്നെ, അവൻ എന്താ ഇങ്ങനെ വണ്ണം വെച്ചോണ മോനെ? ജസ്റ്റിൻ എന്ന് പറഞ്ഞാ വരാക്കരയില്ലോനെ. ഇപ്പൊ ഒരു പ്രത്യേക തടി വെച്ചിട്ടുണ്ട്, തലയില് ഒറ്റ മുടിയൂല. അല്ല, അതൊരിടയ്ക്ക് ഇങ്ങനെ ഫുള്ള് കളഞ്ഞിണ്ടായിരുന്നില്ല, ഇവനെ പോലെ തന്നെ മുട്ട അടിച്ച് കിടക്കണ്ടായിരുന്നില്ലേ? അല്ല, അവൻ ജസ്റ്റ് മുടി പറ്റ വെട്ടിട്ടാണ്. ഇപ്പൊ ഒറ്റ വെട്ടിയിട്ടുള്ളത് അവന്റെ മുടി ഇല്ലാത്തതല്ലേ? മുടി പറ്റ വെട്ടിണ്ട്. എന്തേലും അതൊരാളെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല, നമ്മുടെ അത് അങ്ങനെ പറയാൻ പാടില്ല.
ചേട്ടാ അതിനു വേണ്ടിയും വാ തുറന്നല്ലോ. ഞാനത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. ഞങ്ങളെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ കുട്ടികള് ഞങ്ങൾക്ക് മിഠായി കൊണ്ടുവന്നു. ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീട്ടില, നമ്മുടെ ഫ്രണ്ടിലത്തെ വീട്ടില്. അതെങ്ങനെ ജസ്റ്റിന്റെ വീടായ? ഞങ്ങളുടെ നമ്മുടെ ആ ആ എന്തിന്? എന്നിട്ട് നിങ്ങള് രണ്ടുപേരും ഇത് തിന്നാ? അപ്പൊ ഇവർക്ക് വേണ്ടി കൊണ്ടുകൊടുത്തതല്ലേ, എന്തിനാ തന്നത്? ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ആ കുട്ടികളുടെ അപ്പൻ വന്നിട്ടുണ്ട്. അയാളെ ഞാൻ അന്ന് അവിടെ ആ കണ്ടു. കാരണം ഞാൻ അറിയാത്ത ഒരാളാ. അപ്പൊ ഇറ്റലിക്കാരനാവും എന്നിങ്ങനെ വിചാരിച്ചു ഞാൻ. അപ്പ എന്നിട്ട് മിഠായി അമ്മിയെ ഫോറിൻ സാധാ മിഠായി. മിഠായി. എനിക്ക് തോന്നണ ഡാഡിത്ത് പോളിങ് കഴിഞ്ഞു. ഇനി ഈ മനുഷ്യന് നാളെ ഞാൻ അക്കിയും പാമ്പടക്കേമാ. എല്ലാ പൂരത്തിനും എല്ലാ പെരുന്നാളിനും ഒരു അക്രീം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാടിക്ക്. ആ നീ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേർക്ക് ഷുഗർ പിടിപ്പിച്ച് ഇവൾക്ക് അങ്ങ് ദുബായില് പോയി കിടന്നാ മതി. കൊള്ളാലോ. എന്നോട് പാസ്പോർട്ട് 2 എടുത്തിട്ടുണ്ട്, 1 അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഇവിടെ ഒന്നോ. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ. പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ വെറുതെ നിക്കാണ്. അപ്പൊ നമ്മളോട് ആരും ചോദ്യങ്ങളും ചോദിക്കൂല. പണിയും എടുക്കണ്ട. എന്നാ അവനെ വിളിച്ച് ചൊറിയും ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ കിടന്ന് മേഞ്ഞ് നിക്കും ചെയ്യാം. നല്ല പരിപാടിയാണ്. അങ്ങനെയാ, അത് നല്ല കാര്യം. നീ കുറച്ചാൾ വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ചാൾക്ക് ഇറങ്ങിട്ട് വരാം. ഓ അതുകൊണ്ടാണല്ലോ മോൻ അവിടെ നിന്ന്. ചേട്ടാ ഞങ്ങൾ അവിടെ വന്ന് നിന്നോളാം, നീ ഒന്ന് പുറത്തു പോ പ്ലീസ്. ഞങ്ങൾക്കത് കേക്കാനാ. എന്താന്നാ നിന്നത്? അല്ല, ഞാൻ ഇവളോട് ഇവിടെ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ ഒരു സഹായമായല്ലോ. പിന്നെ ഭയങ്കര കൈ സഹായ. അല്ല, അവനവിടെ ഭയങ്കര സഹായമാണല്ലോ ചെയ്തോണ്ടിരിക്കണം. അവൻ ഭയങ്കര സഹായമാണ് വീട്ടില്. അവന് ആ ഒരു ഭാരം ആർക്കും കൊടുക്കാൻ പറ്റും എന്ന് അറിയാത്തോണ്ട് അവൻ പോവാണ് നിൽക്കുന്നത്. അവൻ അത്രയും കാര്യങ്ങൾ രാവിലെ എണീറ്റ് രാവിലെ ഓടിത്തളർന്ന് വരണേ. പാല് വാങ്ങിക്കൊണ്ട് വരുന്നു, പത്രം മേടിച്ചു കൊണ്ടിടുന്നു, അത് കഴിഞ്ഞ് ടിവിയിലെ കേബിള് റെഡിയാക്കണ്. ഭയങ്കര പണികളൊക്കെ അവൻ അവിടെ ചെയ്യുന്നത്. രാവിലെ തന്നെ അരി പൊടിപ്പിക്കണു, പച്ചക്കറി വാങ്ങണു എല്ലാ ദിവസത്തേക്കുള്ളത്, പിന്നെ പലചരക്ക് ആയി, പിന്നെ ചിക്കൻ വാങ്ങണു, മുട്ട വാങ്ങാൻ പോണു. ഇതൊക്കെ അവൻ ചെയ്തിട്ട് നീ ഇല്ലെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പോവല്ലേ അവിടെ തന്നെ നിക്കുന്നു പറയണത്. അതെന്തോ തെറ്റിന് അപ്പനും അമ്മയും പറഞ്ഞു, മോനെ ഓസ്ട്രേലിയ പോവല്ലേ. ഇവനാഴ്ച കേൾക്കാൻ കാത്തിരിക്കായിരുന്നു. അങ്ങനെ ശരി നിങ്ങൾ പറഞ്ഞോണ്ട് പോണില്ല പറഞ്ഞ അങ്ങനെ റൂം എടുത്ത് അവിടെ ഇരിപ്പായി. ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ, ചേട്ടന് വിഷമായി. മറ്റേത് നമുക്ക് ഓസ്ട്രേലിയ നമുക്ക് നാളെ പോവാം. ചെക്കൻ ഓസ്ട്രേലിയയിലാണെന്നെങ്കിലും പറഞ്ഞ് നമുക്ക് പെണ്ണ് കിട്ടിയാണ്. അത് ശരിയാണ് ചേട്ടാ. ഇപ്പൊ പുറത്തത്തെ ആൾക്കാർക്കാണ് ഡിമാൻഡ് കൂടുതൽ. ഞാൻ ചേട്ടാ പണ്ടേ പറഞ്ഞെന്താ, അതാവുമ്പോ ഇവൻ ഈ പറഞ്ഞ ആനക്കുട്ടികളെ വീട്ടിൽ നിന്നൊക്കെ ആനക്കുട്ടീനെ കിട്ടാറുന്നു. ആനക്കുട്ടി സാരമില്ല ചേട്ടാ, നമുക്ക് കിട്ടും. പക്ഷെ നീ ഒന്ന് ചാടി ലുക്ക് ഒന്ന് മാറ്റാ, ഒന്ന് വൃത്തി നടക്കാം. പിന്നെ ഇച്ചിരി തിന്ന വേണമെങ്കിൽ നീ ആ പ്രോട്ടീൻ പൗഡർ ഫുള്ള് എല്ലാ ദിവസവും മമ്മി വേണമെങ്കിൽ കലക്കി കൊടുക്ക്. എന്തെങ്കിലും ദേഹത്തെ പിടിച്ചോട്ടാ പ്രോട്ടീൻ പൗഡർ. ഇത് പശുവാണ്, കൺവറല്ല. അല്ല കൺവറാണ്, പശുവല്ല. കാടിവെള്ളം കലക്കണ മാതിരി പ്രോട്ടീൻ പൗഡർ കലക്കി ബക്കറ്റിലാക്കി കൊടുക്കാൻ പറ്റില്ല. അതെങ്കിൽ തിന്നിട്ട് ആ ശരീരത്തിൽ എന്തെങ്കിലും കേറിക്കോട്ടെ. ഇത് എന്താ കാണും, എനിക്ക് വിഷമം വരും കാണുമ്പോ. ഞാൻ എപ്പോ കാണുമ്പോഴും അവന്റെ അടുത്ത് പറയും, സങ്കടം കൊണ്ടാ. ഇച്ചിരെങ്കിലും ശരീരത്തിലെങ്കിൽ ഇങ്ങനെയാണിത്. നിങ്ങൾ എന്നോടാ പറഞ്ഞേ, ഞാൻ കേക്കാം. തിന്നണത് കൂടുന്നത് ഇവിടെ പോയി അടിയുന്നെന്ന് മാത്രമാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല സെപ്റ്റി ടാങ്ക് അവര് ക്ലീൻ ആക്കി. എനിക്ക് തോന്നുന്നുണ്ട് അത്, എനിക്കതില് സംശയമുണ്ട്. ആ ബാത്റൂമിൽ വീഴുന്നിരുന്നിട്ട് ആ ബാത്റൂമിൽ ഇപ്പൊ നിറഞ്ഞ് കവിഞ്ഞു പോയി. എത്ര മിനറൽസും ന്യൂട്രിയൻസോ പോയി. പോട്ടെ പിള്ളേരെ, ശരി കേട്ടാ, സമയം വല്ലാണ്ട് വൈകി. അതെ, ഉണ്ണിക്ക് ഉറങ്ങാറായി. ഇപ്പൊ കിടന്നാലാ കൊറേ നേരം കഴിഞ്ഞിട്ടെങ്കിലും അയ്യോ പാത്രം മോളിങ്ങനെ കിടന്നാ കൊറേ നേരം കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ എന്ന് പറയണേ. എന്താ
മമ്മി എത്ര കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് അറിയാം. ഈ ഫോണിൽ എന്തോരം കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എന്തോരം കിടന്നുറങ്ങാൻ. റീൽസാ ഓരോ പണിയില്ലാത്തവര് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് അറിയോ? ഉറങ്ങാത്തതാന്ന് വിചാരിച്ചിട്ടാണ്. ഞാനൊരു സ്വപ്നം കണ്ടേ. നമ്മളെല്ലാരും വീട്ടിലിങ്ങനെ ഇരിക്കുവാണേ. അപ്പൊ നമ്മളൊരു മുകളിലത്തെ നിലയിലാണ് നമ്മുടെ വീട്. എന്നിട്ട് അവിടെ ആണെങ്കിൽ ഇലക്ട്രിക് കമ്പി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മറ്റേ വലിയ കമ്പിയായിരുന്നു. അപ്പൊ ഏതോ ഒരാള് ആ കമ്പിയിൽ ഇങ്ങനെ കേറി പിടിച്ചു. എന്നിട്ട് പുള്ളി ഇങ്ങനെ നിന്നപ്പോ പുള്ളി അങ്ങനെ കരിഞ്ഞു പോയി ഇലക്ട്രിക് കമ്പിയിൽ. രാത്രി ഞാൻ കാണുന്ന സ്വപ്നമാണ്. രാത്രി 3 മണിക്ക് ഇത് കണ്ട് ഞാൻ ഞെട്ടി എണീറ്റ്. എന്നിട്ട് അത് നമ്മുടെ വീടിന്റെ അകത്ത് വന്നു ആ പുള്ളി. ഈ കമ്പീരെ മുകളിലേക്ക് കേറി പോണ ഞാൻ വിചാരിച്ച അയാള് മറ്റേ ഒരു റോപ്പിൽ കൂടെ ഇങ്ങനെ കേറിയിട്ട് ആ അറ്റത്ത് ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഒഴുകണ ഒരു സാധനമില്ലേ, ഒരു റൈഡില്ലേ. അപ്പൊ നമ്മളിങ്ങനെ ആ പുള്ളി റോപ്പ്. അപ്പൊ പുള്ളി ഇങ്ങനെ കേറിയപ്പോ ഞാൻ പറഞ്ഞു, നോക്ക് ദേ നമ്മളെല്ലാരും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ദേ നോക്ക് അയാള് ദേ ഇങ്ങനെ ഇതില് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് അയാള് ഒഴുകി ഇങ്ങോട്ട് വന്നു. നമ്മുടെ വീടിന്റെ അടുത്തേക്ക് എത്തി. വീടിന്റെ അടുത്ത് എത്തിയപ്പോ പുള്ളി കഴിഞ്ഞിരിക്കുക. അത് കണ്ട് ഞാൻ ഞെട്ടി എണീറ്റ്. പിന്നെ അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. കുറെ ഭാഗ്യം. നേരം എടുത്തു. ഇത്ര കൊന്തയൊക്കെ റിയലിസ്റ്റിക് പിടിച്ച് ആയിട്ടുള്ള സ്വപ്നം ഞാൻ കണ്ട് ഇങ്ങനെ ഇൻസ്പയർ ആയിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങളൊക്കെ വരും. എന്ത് ചെയ്യാനാ. പിന്നെ ഞാൻ കുശൊക്കെ വരച്ച് പ്രാർത്ഥിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ ഉറങ്ങി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, ബൈ ബൈ. എന്നാ പണി മുടക്കും? നിനക്ക് എന്നാ ഇനി വർക്കില്ലാത്ത? നാളെ വരണ്ടേ? മറ്റന്നാ അപ്പൊ നാളെ ദേശീയ പണി മുടക്കല്ലേ? അപ്പൊ നാളെ വരണ്ടേ? വരാം. എന്തൊറ്റി വരണ്ടേ? നിനക്ക് വേണമെങ്കിൽ വന്നാ മതി. അല്ല ഞാൻ വരുമ്പോ കേക്ക് മുറിച്ചാൽ മതിട്ടാ. അവള് നാളെ വന്നാലും കേക്ക് ഒന്നും മുറിക്കാൻ നാളെ നിൽക്കണ്ട. കേക്കൊന്നുമില്ല. നാളെ ഒരു പിസ്സ വാങ്ങും, പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങി അതിന്റെ മൂട് കീറി 4 ആക്കി, അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു പരിപാടി. മൂട് കഴുത്ത് മുറിക്കാൻ പറ്റാത്ത എന്ത് കഴിക്കും? മറ്റേ ഹൈലൈറ്റ് മാളില് കിട്ടും ഒരു ചിക്കൻ അങ്ങനെ പുഴുങ്ങി വെച്ചേക്കണത്. അന്ന് നിങ്ങൾ വാങ്ങി തന്നില്ലേ? എനിക്ക് തന്നില്ലല്ലോ. അതിവിടെ ചിക്കൻ വാങ്ങിച്ചിട്ട് ആ കുക്കറിലോട്ട് പിടിക്കാൻ പോരെ? അതിനിപ്പോ എന്താ? കുക്കറിലോട്ട് പോയി. എന്നാ നീ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തോ. കുറച്ചുകൂടെ കഴിഞ്ഞ ചേട്ടൻ എന്റെ മറ്റേ കുക്കറിലോട്ട് പുഴുങ്ങിയാൽ മതി. എന്റെ കുക്കറിൽ 2 ദിവസം പുഴുങ്ങാടുണ്ട്. 2 ദിവസം നാളെ ഇടണ്ട. സ്ലോ കുക്കാ. സ്ലോ കുക്ക് ചെയ്യാം. ചേട്ടാ ബീഫ് എടുത്തിട്ടോ, ബീഫ് ബ്രിസ്ക്കറ്റ് ആക്കാം. ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ പോർക്ക് ഇട്. പോർക്ക് വാങ്ങിയിട്ടേ അതിനകത്ത് മസാലയൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഇടാ. അതിന്റെ ഉള്ളിൽ കൊള്ളുവോന്ന് അറിയില്ല. അല്ല, ഒരു അങ്ങനെ പോർക്കല്ല, കഷ്ണട്ടാ മതി. ഒരു പീസ് വാങ്ങിയിട്ടാ മതി. അതാവുമ്പോ സ്ലോ കുക്ക് ചെയ്താ നല്ല ഫ്ലേവർ ഒക്കെ വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്ലേവർ അങ്ങനെ ചെയ്യാം. ഉച്ചാല് കഴിഞ്ഞിട്ട് ആൾക്കാർ പോണു കൂട്ടിക്കൂടെ. ജിജി വേഗം റെഡി പോയേ. പാവന്റെ അടി. ഇനിയിപ്പൊ ഞാൻ നാളെ വന്ന് കൊണ്ടുപോകണം. പോട്ടെ, സാരില്ല. മമ്മി ഞാൻ വെക്കട്ടെ, സമയം വൈകണം. ഞാനും വെക്കുക. ബൈ ബൈ. പ്രാർത്ഥിച്ചോ. ഗുഡ് നൈറ്റ്, ടാറ്റ. ഞാൻ പോണു ട്ടാ. ടാറ്റ.